അന്നദാനം കഴിക്കാൻ പോയാലോ? ബാ. ഹലോ ഗേസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അമ്പലത്തിൽ അന്നദാനം കഴിക്കാൻ പോവുകയാണ്. എല്ലാ വർഷവും അമ്പലങ്ങളിൽ ഉത്സവം വന്ന സമയത്ത് എനിക്ക് ഏറ്റവും എക്സൈറ്റ് ആയിട്ടുള്ള ഒരു മാസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാർച്ച്, ഏപ്രിൽ, ഫെബ്രുവരി അങ്ങനെയൊക്കെയുള്ള. കാരണം അമ്പലങ്ങളിൽ ഉത്സവം നടക്കുന്ന സമയം അതൊക്കെ എനിക്കൊരു നൊസ്റ്റാൾജിക്ക് പണ്ട് കാലത്ത് നമ്മളിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ അന്നദാനം കഴിക്കാൻ കൂട്ടത്തോടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോണതും റിലേറ്റീവ്സായിട്ടൊക്കെ കസിൻസൊക്കെ ആയിട്ട് പോണതൊക്കെ ഒരു വൈബ് തന്നെയായിരുന്നു. അതൊക്കെ പിന്നെ വലുതാവുന്ന സമയത്ത് നമുക്ക് എല്ലാവരും മിസ്സാവും. ഓക്കെ, ഇപ്പം വലുതായ ശേഷം മിസ്സാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, നമ്മളിപ്പം കൂട്ടത്തോടെ പൊയ്ക്കൊണ്ടെന്നൊക്കെ സിംഗിളായിട്ട് പോകാൻ തുടങ്ങി. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു തന്നു, ഞാൻ ഉച്ചയ്ക്ക് അന്നദാനം കഴിക്കാൻ പോയി. വീഡിയോ എടുത്തത് ശിവരാത്രിയുടെ തലേ ദിവസത്തെ വീഡിയോ ആണ്. ശിവരാത്രിക്ക് മുന്നേ ആയിട്ട് ശിവൻകോവിലുള്ള ഉത്സവം തുടങ്ങുമല്ലോ, ആ ടൈമിലെടുത്തൊരു വീഡിയോ ആണ്. അന്നത്തെ ദിവസം ശിവക്ഷേത്രത്തിലാണ് അന്നദാനം നടക്കുന്നത്. അപ്പം ലാസ്റ്റ് സമയത്താണ് കേട്ടോ നമ്മൾ ചെന്നത്. അതായത് ഞാൻ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായിട്ടൊക്കെയാണ് ഒരുങ്ങി പോയത്. അപ്പോഴത്തേക്കും നന്നായിട്ട് ലേറ്റായി. അപ്പോൾ എനിക്ക് വെറും ചോറും സാമ്പാറൊക്കെ മാത്രമേ കിട്ടുള്ളൂ. ഏറ്റവും വലിയ കോമഡി ഇതല്ല, വീഡിയോ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ എടുക്കാൻ പോയതാണ്, ലാസ്റ്റത്തെ ഒരു ചെറിയ ഷോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരബദ്ധം പറ്റിപ്പോയി. ഓക്കെ, അപ്പം നമ്മൾ അമ്പലത്തിലാണ് പോകണമെങ്കിൽ തന്നെയും നമ്മൾ മേക്കപ്പിനൊന്നും ഒരു കുറവ് വരത്തില്ല. കാരണം സൂര്യൻ നന്നായിട്ട് പണിയരാൻ കാത്തിരിക്കുക. കാരണം അത്രയ്ക്ക് ടാനടിക്കും, അത്രയ്ക്കുള്ള ചൂടാണ് പുറത്തിറങ്ങാൻ. ഈ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, അത്രയും ടാനടിക്കും. അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് ഫേസൊക്കെ നന്നായിട്ടൊക്കെ വാരി പൂശി, പിന്നെ പൗഡറിട്ട് പൊട്ട് വെച്ചു, കണ്ണെഴുതി, ഐഷാഡോ എല്ലാമൊക്കെ ഇട്ട് ലാസ്റ്റ് ഷോളും ഇട്ട് ചുരിദാറൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായി, സ്വന്തമായിട്ട് പറയുന്നത് കേട്ടോ, സുന്ദരിയായിട്ട് ഇതാ പോവുക. ഈ ഷോ ഓഫ് കണ്ട വേറെ എവിടെയോ പോകണം എന്നുള്ളത്, അമ്പലത്തിൽ ഉണ്ണാൻ പോകണം കേട്ടോ. പക്ഷേ എന്നാലും ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നാണല്ലോ, അതുപോലെ ഞാൻ ചമഞ്ഞ് കിടന്ന് അടിപൊളിയായിട്ട് പോകാനൊക്കെ വിചാരിച്ചു. ഓക്കെ, അത് അമ്പലത്തിൽ നടയിലെത്തു. ഞാൻ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റ് ഇതാണ് കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ കൊടുത്ത എൻ്റെ ഫ്രണ്ട് എന്നെ നന്നായിട്ട് ചോദിച്ചു, എൻ്റെ ബാക്ക് സൈഡ് മാത്രം കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നു. കാരണം ഈ ചൂടും തിരക്കും കാരണം അവൾക്കും എടുക്കാൻ പറ്റില്ല, അതാണ് സത്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറും കുറച്ച് സാമ്പാറും കിച്ചടിയും കുറച്ച് അച്ചാറും മാത്രമേ കിട്ടും. ലാസ്റ്റ് ടൈമിൽ പോയിട്ട് പായസം പോലും കിട്ടില്ല. അമ്പലത്തിൽ അന്നദാനം കഴിക്കാൻ വേണ്ട മെയിൻ റീസൺ തന്നെ പായസം കിട്ടുമെന്ന് വെച്ചിട്ട് എനിക്ക് പായസവും മിസ്സായി. ഒക്കെ സാരമില്ല, കിട്ടിയത് ഓണം പോലെ എന്ന് വെച്ചിട്ട് ചെന്നിരുന്ന് നന്നായിട്ട് മാക്കം ഫുഡ് കഴിച്ചു. അത് തന്നെ ഇതാണ് കേട്ടോ ഫുഡ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.